ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ഇനി ഗോദൈവത്തെ അറുക്കാം. ദൈവമായാലും ആ ദൈവത്തിനും ഒരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ ദൈവമില്ലാതായി മാറും എന്ന് പശ്ചിമ ബംഗാൾ BJP സർക്കാർ പറയുന്നു. പശ്ചിമ ബംഗാളിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോ കർഷകർ അല്ലെങ്കിൽ കാലി വളർത്തി വരുമാനം കണ്ടെത്തുന്നവരാണ്. ഓരോ സീസൺ അനുസരിച്ചും പശ്ചിമ ബംഗാളിലെ കന്നുകാലി കർഷകർ കടം വാങ്ങിയും ലോൺ എടുത്തും കന്നുകാലികളെ വളർത്തി സീസൺ അനുസരിച്ച് വലിയ വിലക്ക് വിറ്റ് ലാഭം കണ്ടെത്തുന്നവരാണ്. അതിനിടയിലാണ് പശ്ചിമ ബംഗാൾ ഭരണം BJPയുടെ കൈകളിൽ എത്തുന്നത്. അതോടെ 1950 അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് കർശനമാക്കിക്കൊണ്ട് പൊതുവിജ്ഞാപനം ഇറക്കി ഗവൺമെന്റ്. 1950 തന്നെ മൃഗങ്ങളെ അറുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജനഹിതം മാനിച്ച് അതത് ഗവൺമെന്റുകൾ ആ ആക്ട് അവഗണിച്ചു പോരാറായിരുന്നു പതിവ്. എന്നാൽ 2006 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിയതും ബലിപെരുന്നാൾ സമാഗതമായതും ഏകദേശം ഒരേ സമയത്താണ്. അതോടെ എന്നാൽ കിടക്കട്ടെ, മുസ്ലിങ്ങൾക്ക് ഒരു പണി എന്ന നിലയ്ക്ക് കന്നുകാലികളുടെ അറവിന് കടിഞ്ഞാണിട്ടു. ബലിപെരുന്നാളിനുള്ള ബലി മുടക്കാനായി ഏറ്റവും നല്ല മാർഗം. അതിനായി പൊടി പിടിച്ചു കിടന്ന 1950 അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് ഒന്ന് പൊടി തട്ടിയെടുത്തു. അതോടെ പൊതുസ്ഥലങ്ങളിൽ മൃഗങ്ങളെ അറുക്കുന്നത് നിരോധിച്ചു. മൃഗങ്ങൾക്ക് പ്രായപരിധി നിശ്ചയിച്ചു. भगवान मानते हैं और वो गौ माता का एक पर्टिकुलर एज ऑफ 14 और उसके बाद अगर उसको मारना है तो उनका सर्टिफिकेट लगेगा. वो हमारे गौ माता हम लोग भगवान मानते हैं और वो गौ माता का एक पर्टिकुलर एज ऑफ 14 और उसके बाद अगर उसको मारना है तो उनका സർട്ടിഫിക്കറ്റ്. ഈ നിയമത്തിലെ ഒരു പ്രധാന വകുപ്പാണ് ഈ സംഗതി പറയുന്നത്. ഈ പുതിയ നിയമപ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കന്നുകാലികളെ അഥവാ പശു, കാള, എരുമ അറക്കാൻ പാടില്ല. മാത്രമല്ല, വെറ്ററിനറി സർജന്റെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്റെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധവുമാണ്. പൊതുസ്ഥലങ്ങളുടെ അറവും നിരോധിച്ചിട്ടുണ്ട്. അറുക്കേണ്ടത് ഗവൺമെന്റ് അംഗീകൃത കശാപ്പുശാലകളിൽ മാത്രം. ഇതോടെ മെയ് 22 വരാനിരിക്കുന്ന ബലിപെരുന്നാൾ ലക്ഷ്യമിട്ട് കന്നുകാലികളെ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ ഗോ കർഷകർക്കും കച്ചവടക്കാർക്കും ഈ പെട്ടെന്നുള്ള ഉത്തരവ് വലിയ തിരിച്ചടിയായി. കന്നുകാലികളുടെ പ്രായം തെളിയിക്കാനും വെറ്ററിനറി സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കാനും കഴിയാത്തതിനാൽ ബംഗാളിലെ പ്രധാന കന്നുകാലി ചന്തകളെല്ലാം പൂർണ്ണമായും നിശ്ചലമായി. വലിയ തുക കടമെടുത്ത് കന്നുകാലി വളർത്തൽ ഉപജീവന മാർഗമാക്കിയ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ സ്ത്രീകളും കർഷകരും ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാവുകയും വ്യാപകമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ മുസ്ലിങ്ങൾക്ക് പശു, കാള, പോത്ത് എന്നിവയെ മാത്രം അറുക്കണമെന്നില്ല. ആടിനെ അറുത്താലും മതി. ആ നിലക്ക് മുസ്ലിങ്ങൾ മാറി ചിന്തിച്ചാൽ ഗോമാതാക്കളും പരിവാരങ്ങളും ശ്വാസം മുട്ടിച്ചാവും. അത്രയ്ക്ക് കടക്കണിയിലാവും കർഷകർ. ഗോമാതാവിന് 14 തികഞ്ഞെന്ന് തെളിയിക്കാൻ പേരെടുത്ത വയറ്റാട്ടിയെ തപ്പി നടക്കുന്നുണ്ട് ചില കർഷകർ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, 14 വയസ്സ് കഴിഞ്ഞാൽ ഗോമാതാവ് മാതാവല്ലാതായി മാറുമോ? അതുവരെ കൽപ്പിച്ച ദൈവിക പരിവേഷം ഇല്ലാതാകുമോ? നമ്മൾ ആരെങ്കിലും സ്വന്തം അമ്മയെ പ്രായമാകുന്നത് കൊണ്ട് കളയുമോ? പേര് മാറ്റി വിളിക്കുമോ? 14 വയസ്സ് വരെ ദൈവമായിരുന്ന ഗോമാതാക്കൾക്ക് 14 ആയാൽ എങ്ങനെയാണ് ആ പദവി ഇല്ലാതാകുന്നത്? അപ്പോൾ ഈ ഗോക്കൾ മാതാവായതുകൊണ്ടോ ദൈവമായതുകൊണ്ടോ അല്ല പവിത്രത കൽപ്പിക്കുന്നത്. മറിച്ച് ഹിന്ദുക്കളെ ഒരൊറ്റ വികാരത്തിന്റെ മേൽ തളച്ചിടാനുള്ള തന്ത്രം, ഗോദൈവത്തിന്റെ പേരിൽ മറ്റു മതങ്ങളെ ആക്രമിക്കാനുള്ള അജണ്ട, ഒരു പൊതുവികാരത്തിലേക്ക് ഹിന്ദുക്കളെ കൊണ്ടുവരാനും അതുവഴി രാഷ്ട്രീയ ലാഭം കൊയ്യാനുമുള്ള ഹിന്ദുത്വ അജണ്ട. ഈ അജണ്ട പൊളിയാൻ ഈ നിയമം എല്ലാവരും സ്വാഗതം ചെയ്താൽ മാത്രം മതി. ആരും കന്നുകാലികളെ അറക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ എന്ന് തീരുമാനിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ നിയമം. വരുമാനമില്ലാത്ത ഒരുവിനെ ആർക്ക് തീറ്റിപ്പറ്റാനാകും? ലക്ഷക്കണക്കിന് ദൈവത്തെ സംരക്ഷിക്കാൻ ഒരു ഹിന്ദുത്വവാദിക്കും കഴിയില്ല. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയവർ തന്നെ അത് പൊളിച്ചെഴുതും.